ജംഗിൾമാൻ സുരേഷ്. ഇപ്പോൾ ജംഗിൾമാൻ ആണല്ലേ. അപ്പം ഒരുപാട് സമയം ഇപ്പം എത്ര നേരം ഇങ്ങനെ ഈ ഒരു ഇതുമായിട്ട് ഇങ്ങനെ കിടക്കും ഇവിടെ കിടന്നുറങ്ങും. ഇവിടെ കിടന്നിട്ടാണ് ഇദ്ദേഹം ഉറങ്ങുന്നതൊക്കെ. റെസ്റ്റ് എടുക്കുന്നതൊക്കെ ഇവിടെ കിടന്നിട്ടാണ്. പാമ്പരിക്കുന്ന വെള്ളത്തിലും പുലി നടക്കുന്ന കാട്ടിലും മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ? മൃഗങ്ങളെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നെ ശല്യം ചെയ്യാറില്ല. ഇല്ല. അതെന്താ സംഭവം? എന്നെ മനസ്സും കൊണ്ട് ഞങ്ങൾ സംസാരിക്കും. അതെങ്ങനെ? ഹൃദയം കൊണ്ട് സംസാരിക്കും. ഞാൻ ഇവിടെ ഉള്ളത് അവരറിയാം, അവരുള്ള ഇവിടെ ഉള്ളത് ഞാൻ അറിയും. അങ്ങനെ മാറി മാറി ഒതുങ്ങി ഞങ്ങൾ ജീവിക്കും. ഇഷ്ടം അങ്ങനെ തന്നെയാണ്. എൻ്റെ അതിർത്തിയിൽ അവർ വരാറില്ല, അവരെ അതിർത്തിയിൽ ഒരു വ്യത്യസ്തമായ മനുഷ്യൻ, വളരെ വ്യത്യസ്തമായ ഒരു മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ഒന്നാണ്. കൊടും കാട്ടിൻ്റെ നടുക്ക് മാസങ്ങളോളം വീട്ടിൽ പോകാതെ കഴിയുന്ന ഒരു മനുഷ്യനാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചേട്ടാ ഹലോ, ഒരു മീനൊന്നും അല്ല, ഒരു മനുഷ്യനാണ്. ഇതാണ് കാട്ടിലെ മനുഷ്യൻ. എത്ര ആളായി ഇപ്പോൾ കാട്ടിൽ? മുതലക്കുളിയാണ്. എത്ര ആളായി ഇപ്പോൾ കാട്ടിൽ? 20 ദിവസം. 20 ദിവസം. എങ്ങനെ എന്താ പറയാനുള്ളത്? ഒന്ന് എഴുന്നേറ്റ് വരാമോ? എങ്ങനെ എന്താ എഴുന്നേറ്റ് വരാമോ? കാട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? കാട്ടിനെ കുറിച്ച്, കാട് നമ്മളെ സമ്പത്താണ്, പ്രകൃതി നമ്മളെ സ്വത്താണ്, പ്രകൃതി നമ്മളെ സ്വർണ്ണമാണ്, പ്രകൃതി നമ്മളെ ശരീരമാണ്. ഇപ്പൊ ഇവിടെ കഴിയുമ്പോൾ എന്തൊക്കെ കഴിക്കാറ്? ഇപ്പോൾ കഴിക്കാറ് പുല്ലും പച്ചിലകളും മരത്തിന്റെ വേരും പച്ച മത്സ്യവും ഇതൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ മത്സ്യത്തിന്റെ കുടലും ഇതൊക്കെയാണ് കഴിക്കുന്നത്. ഇപ്പൊ എത്ര നാളായി കൊടുത്ത പുഴുക്കളും ഒക്കെയാണ് കഴിക്കുന്നത്. എത്ര നാളായി ഇവിടെ വന്നിട്ട്? 21 ദിവസമായി. 21 ദിവസമായി. അപ്പൊ ഈ കാട്ടിൽ 21 ദിവസം വീടുമായിട്ടൊരു ബന്ധമില്ല? ഒരു ബന്ധവുമില്ല. ഇതിനുള്ള ഗുണം എന്ത്? 21 ഗുണം കൊണ്ട് പറഞ്ഞാൽ നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ന് ഇളമിച്ചുകൊണ്ടേയിരിക്കും. എന്നും നിത്യൗവനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എത്ര പ്രായമായാലും ശരി, എനർജിയും വിട്ടുപോകത്തില്ല, മനസ്സിന്റെ സന്തോഷവും വിട്ടുപോകത്തില്ല. ഈ കാടിനെയൊക്കെ നശിപ്പിക്കുന്നവർക്ക് എന്താ പറയാനുള്ളത്? കാടിനെ നശിപ്പിക്കുന്നവർക്ക് നിങ്ങൾ ദുഷ്ടന്മാരായ മനുഷ്യരെ നഗരത്തിൽ നശിപ്പിക്കൂ, കാടായ സമ്പത്തിനെ സൂക്ഷിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മരങ്ങളെ വെട്ടുന്നവരുണ്ട്. മരങ്ങളെ വെട്ടി വനത്തെ നശിപ്പിക്കുന്നവന്മാരോട് എനിക്ക് പറയാനുള്ളത്, വനം നമ്മളുടെ സമ്പത്താണ്, വനം നിങ്ങളുടെ ശരീരമാണ് എന്ന് കരുതി കാറ്റിലും പുഴയിലും വെള്ളപ്പൊക്കത്തിലും നിങ്ങളെ തടയാനുള്ള ഒരു കരുത്തനായ പിന്നെ എന്താ പറയുക തടസ്സമാണ് നിങ്ങൾക്ക് വനവും മരവും പ്രകൃതിയും പാറകളും മഞ്ഞുകളൊക്കെ. ഇതിനെ നശിപ്പിക്കാണ്ടിരിക്കുക. നശിപ്പിക്കുവാന്മാർ ദുഷ്ടന്മാരായ സിറ്റികളിലും നഗരങ്ങളിലുള്ള ദുഷ്ടന്മാരായ ഹൃദയമുള്ള ആ മനുഷ്യരെ നശിപ്പിക്കാൻ നിങ്ങൾ പിന്നെ മുന്നോട്ട് പോവാം. അല്ലാണ്ട് പ്രകൃതിയെ നശിപ്പിക്കല്ലേ എന്നാണ് എനിക്ക് പറയാം. ഇപ്പൊ ഇത് കണ്ടില്ലേ? ഇപ്പൊ ഈ ഒരു രൂപത്തിലാണ് ഏകദേശം 21 ദിവസം ഈ കാട് കാണിച്ചു കൊടുത്തത് കേട്ടോ. ഈ ഒറ്റപ്പെട്ട കാട്ടിനകത്ത് 21 ദിവസമായി ഈ മനുഷ്യൻ ഇങ്ങനെ കഴിയുന്നു. ഇപ്പം ഇങ്ങനെ കഴിയുമ്പോൾ ഒരുപാട് അത്ഭുതം. ഞങ്ങൾ ഒരുപാട് 2-3 ദിവസം കൊണ്ട് അന്വേഷിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി. സത്യം പറഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ? ഇതൊരു മുതലക്കുളി എന്ന് പറയും. മുതല എങ്ങനെയാണ് വെള്ളത്തിൽ കിടക്കുക, ആ സിസ്റ്റത്തിലാണ് നമ്മൾ. ഇതിപ്പോഴേ ചേട്ടാ ഒരു മിനിറ്റ് ഒരു കാര്യം ചെയ്യട്ടെ. ഒരു കാര്യം ചെയ്യട്ടെ. ഇത് ഇപ്പോഴേ ഒരു പ്രൈവറ്റ് സ്ഥലമല്ലേ? ഡിസ്റ്റർബ് ചെയ്യല്ലേ? പ്രൈവറ്റ് സ്ഥലമല്ലേ? പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഞങ്ങള് ജനങ്ങൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനാണ് പ്രകൃതി ദൈവം എന്നെ വിട്ടിട്ടുള്ളത്, ആകാശവും ഭൂമിയും പറഞ്ഞത്. അപ്പൊ ഈ ജനങ്ങൾ വന്ന് ഒരുപാട് പേര് ഡിസ്റ്റർബ് ചെയ്യാനൊക്കെ വരുന്നുണ്ടോ? അന്വേഷിച്ച് വരുന്നുണ്ടോ? ഞാനത് പഠനമായിട്ടാണ് കാണുന്നില്ല, ഡിസ്റ്റർബായിട്ട് കാണുന്നില്ല. ഇല്ല. അപ്പോൾ ഈ പ്രകൃതിയും ഈ ഭംഗിയും ഈ ഒരു നാടിൻ്റെ സൗന്ദര്യവും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എല്ലാം നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും അത്ഭുത കാഴ്ചകളും അത്ഭുത സുഖങ്ങളും, കണ്ണിൻ്റെ കാഴ്ചകളുടെ സുഖങ്ങളും ഹൃദയത്തിൻ്റെ സുഖങ്ങളും അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. അങ്ങനെയാണ് പറയാനുള്ളത് അല്ലേ? അങ്ങനെയാ പറയാനുള്ളത്. പാമ്പരിക്കുന്ന വെള്ളത്തിലും പുലി നടക്കുന്ന കാട്ടിലും മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ? മൃഗങ്ങളെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നെ ശല്യം ചെയ്യാറില്ല. ഇല്ല. അതെന്താ സംഭവം? എന്നെ മനസ്സും കൊണ്ട് ഞങ്ങൾ സംസാരിക്കും. അതെങ്ങനെ? ഹൃദയം കൊണ്ട് സംസാരിക്കും. ഞാൻ ഇവിടെ ഉള്ളത് അവരറിയാം, അവരുള്ള ഇവിടെ ഉള്ളത് ഞാൻ അറിയും. അങ്ങനെ മാറി മാറി ഒതുങ്ങി ഞങ്ങൾ ജീവിക്കും. ഇഷ്ടം അങ്ങനെ തന്നെയാണ്. എൻ്റെ അതിർത്തിയിൽ അവർ വരാറില്ല, അവരെ അതിർത്തിയിൽ ഞാൻ പോകാറില്ല. അവരുള്ള സമയത്ത് ഞാൻ പോകാറില്ല, ഞാനുള്ള സമയത്ത് അവർ വരാറില്ല. ഇല്ല. ഇതാണ് ഇതിന്റെ ഒരു ഉൾക്കാഴ്ച. സാധാരണ ഈ കാട്ടിലെ കഴിയുമ്പോഴേ മാന് ഇവിടെ അതുപോലെ തന്നെ പുലി, സിംഹമൊക്കെ ഉണ്ടോ? എന്തൊക്കെ ജീവികളുണ്ടോ? ഈ ലോകത്തിന്റെ കപട ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഈ പഠനത്തെ, ഈ ഉൾക്കാഴ്ചകളെ, നമ്മളെ ഈ ലോകത്തിന്റെ പഠനം നമ്മളെ അടയ്ക്കുമ്പോഴാണ് മൃഗങ്ങൾ നമ്മളെ മനസ്സിലാക്കാത്തത്. അല്ലെങ്കിൽ ആന നമ്മളോട് സംസാരിക്കും, പുലി നമ്മളോട് സംസാരിക്കുന്നത് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത് നമുക്കറിയാം. അതെ. അപ്പം വയനാട്ടുകാരനാണ്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ എത്ര കാടുകളിൽ പോയിട്ടുണ്ട്? ഇപ്പം ഞാൻ ഹിമാലയ, പിന്നെ അങ്ങനെ പല കാടുകളുടെ എണ്ണം ഇല്ല. കാട് എൻ്റെ അമ്മയാണ്. ഇപ്പൊ ഇതിനു മുമ്പ് ഫോറസ്റ്റിന്റെ പെർമിഷൻ മേടിച്ച് കാട്ടി പോയിട്ടില്ലേ? പെരിയാറല്ലേ? ഫോറസ്റ്റിലൊക്കെ സപ്പോർട്ടാണ്. ഫോറസ്റ്റുകാർ നല്ല പെർമിഷൻ തരുന്നുണ്ട്. അവരോട് നന്ദിയാ പറയാനുള്ളൂ. ഓക്കെ. ഫോറസ്റ്റ് ഉണ്ടാക്കിയതല്ല കാട്, എന്നാലും ദൈവം ഉണ്ടാക്കിയതാണ്. ആകാശവും ഭൂമി പഠിച്ച ദൈവം ഉണ്ടാക്കിയതാണ്. അല്ല, പെരിയാർ പുലിക്കാട്ടി കയറിയില്ലേ ടൈഗർ റിസർവിൽ? ഇതിനു മുന്നേ ഫോറസ്റ്റിന്റെ പെർമിഷൻ മേടിച്ചിട്ട്
നിങ്ങളെ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിന് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും എല്ലാവരോടും എനിക്ക് ഒരുപാട് അനുഭവം പിന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്ത് അവർക്ക് നന്ദി പറയുന്നു. ഇതിനുള്ള ഉദ്യോഗസ്ഥന്മാർക്കും നന്ദി പറയുന്നു. ഇതിനെ പഠിക്കാനും പഠിപ്പിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നതിന്. അപ്പൊ ഇപ്പൊ പേര് മാറി, ഇപ്പൊ പേര് മാറി ജംഗിൾമാൻ സുരേഷ്. ഇപ്പൊ ജംഗിൾമാൻ ആണ് അല്ലേ? അപ്പൊ ഒരുപാട് സമയം ഇപ്പൊ എത്ര നേരം ഇങ്ങനെ ഈ ഒരു ഇതുമായിട്ട് ഇങ്ങനെ കിടക്കൂടെ ചെയ്യുമ്പോ അവൻ ആരാവുന്ന് പറയാൻ പറ്റില്ല. അത്രയും സന്തോഷവും സുഖവുമാണ്. അതെ, ഇതിൽ ഭയങ്കര അത്ഭുതമാണ്. നിങ്ങൾ ചെയ്തു നോക്കണം. ഒറ്റയ്ക്കല്ലേ കുളിച്ചു നോക്കും. ഇല്ല, എനിക്ക് കുളിക്കാൻ പറ്റത്തില്ല. ഈ ചേറിനകത്ത് കുളിക്കാൻ വെച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്ര നാളിങ്ങനെ ജീവിക്കാൻ പറ്റും? ഇത് ഒരുപാട് കാലമായി ഇത് എൻ്റെ ശീലമാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നത്. പാമ്പ് എനിക്ക് ഒരു സമയം തോന്നുമ്പോൾ ഞാൻ കാട്ടിൽ ഇഴഞ്ഞു കിടക്കും, ഇല്ലെങ്കിൽ ഷെഡ് ഉണ്ടാക്കി അവിടെ കിടക്കും. ഇനിയിപ്പോൾ അടുത്ത് ഷെഡ് ഉണ്ടാക്കി അവിടെ കിടക്കാൻ പോവുക. ഇനിയിപ്പം ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? ഞങ്ങൾക്ക് വരാൻ പറ്റും? നിങ്ങൾക്ക് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിനെ സഹിക്കാൻ പറ്റില്ല. ഞാൻ സഹിക്കും. ഞാൻ പല റൂട്ടുകളിലൂടെ പോയി പഠിച്ച് അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോവാണ്. അവിടെ കടൽ നീന്തി അങ്ങോട്ട് പോകും. അപ്പുറത്തെ ഭാഗം അപ്പോൾ ചാടട്ടെ. പുഴ നീന്തിയിട്ട് ഇപ്പൊ അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് അവിടെ മരത്തിന്റെ മേളിലാണ് താമസിക്കുന്നത്. മരത്തിന് മേളിൽ ഏർമാടം കിട്ടും. ഓക്കെ, മരത്തിന്റെ മേളിലാണ് ഇനി ഏർമാടം കെട്ടി ഇപ്പൊ ഇദ്ദേഹം താമസിക്കാൻ പോകുന്നത്. ഇതൊരു ഭയങ്കര അത്ഭുതം കേട്ടോ. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ കാട് ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഫുള്ളി കാട്ടില് ഇദ്ദേഹം ഇങ്ങനെ കഴിയാന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. ഭയങ്കര ചെറിയ സംഭവമല്ല. പ്രകൃതി എപ്പോഴും വണങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയാണോ? വണങ്ങാണ്. ഇപ്പൊ പ്രകൃതി വണങ്ങിക്കൊണ്ടിരിക്കും. തലമുത്തി വണങ്ങുക, അങ്ങനെ പറയാ. തലമുട്ടി വണങ്ങൽ. ഇപ്പൊ പ്രകൃതി എപ്പോഴും പ്രാർത്ഥനയാണിത്. അതെങ്ങനെ പ്രകൃതി? തല പൊട്ടിയാലോ? തല പൊട്ടിയാലും തടവി തരുന്ന. ഓക്കെ, ഇപ്പൊ വീഴാൻ പോകുമ്പോ തല ഇടിച്ചാലും അത് താങ്ങലാണ്. ഇപ്പൊ വീഴാൻ പോകുമ്പോ പ്രകൃതി എപ്പോഴും ഉമ്മ വെച്ചോണ്ടിരിക്കും. അതെങ്ങനെ കാണിച്ചു കൊടുത്താ? ഒരു പ്രകൃതിയുടെ ഒരു വലിയ സംഭവം തന്നെ. ഓക്കെ ഓക്കെ. എന്തൊക്കെ കുളികളുണ്ട്? ചെറുകുളി, മുതലക്കുളി, പിന്നെ ദങ്കാരുകുളി. ദങ്കാരുകുളിയാണ് ഇതങ്ങനെ. മുള്ളു 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 അതൊക്കെ മുള്ളൊക്കെ ഉള്ള ഇത് ഏർമാടാണോ ഇത്? എന്തായാലും ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ഇതുണ്ടോ, ഈ മരത്തിൻ്റെ മേളിലാണ് കുറച്ച് ദിവസമായിട്ട് താമസിക്കുന്നത്. ഇതാണ് ഉറക്കവും എല്ലാം. കണ്ട ഈ കാണുന്ന മരത്തിൻ്റെ മേളിലാണ്. ഇവിടെ അല്ലേ? ഇവിടാണ് ഉറങ്ങുന്നതൊക്കെ. ഇവിടെ കിടന്നുറങ്ങും. ഇവിടെ കിടന്നിട്ടാണ് ഇദ്ദേഹം ഉറങ്ങുന്നതൊക്കെ. റെസ്റ്റ് എടുക്കുന്നതൊക്കെ ഇവിടെ കിടന്നിട്ടാ. ഇതൊരു ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ. കൊടും കാട്ടിൽ ഒറ്റപ്പെട്ട് ഇത്രയും നാൾ കഴിയാന്ന് പറഞ്ഞൊരു വലിയ അത്ഭുതം തന്നെയാണ്. അത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ജനങ്ങൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ആഴമുള്ള മനുഷ്യന്റെ ചിന്ത ആഴമുള്ള വെള്ളത്തെ പോലെ ഇരിക്കും. അത് തോണ്ടിയെടുക്കുന്നവൻ ജ്ഞാനമുള്ളവൻ. ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നിടത്ത് വരാൻ പറയുന്നുണ്ട്. എല്ലാവരോടും വരാം. അതാണ് തോണ്ടിയെടുക്കുന്നവൻ ജ്ഞാനമുള്ളവൻ. അപ്പോൾ ഇങ്ങനെ ജീവിച്ചാൽ അവരുടെ മനസ്സിലുള്ള സന്തോഷവും സങ്കടങ്ങളൊക്കെ മാറി മനസ്സിനൊരു ഹെൽത്തി കിട്ടും. മാറാത്ത രോഗങ്ങൾ, കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ ഓട്ടോമാറ്റിക് പ്രകൃതി തന്നെ വലിച്ചെടുക്കുന്നതായിരിക്കും. ഓക്കെ, ഡോക്ടർമാർ ഇപ്പോൾ ഒരുപാട് ചെക്കപ്പ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, മാറുന്നില്ല പറയുന്നു. അപ്പൊ ഇങ്ങനത്തെ അസുഖങ്ങൾക്ക് ഇതിന്റെ കൂടെ അതാണ് മുതലേക്ക് അസുഖമില്ലല്ലോ. ഇല്ല, അസുഖം വന്നിട്ട് ഏതെങ്കിലും മുതലേ കണ്ടിട്ടുണ്ടോ? വെടികൊണ്ട് വന്ന് ചേർന്ന് കിടക്കുക. അപ്പോൾ ആ മരുന്നാണ് ഇത്. ആ പ്രയോഗങ്ങൾ അത്ഭുത സിദ്ധ വൈദ്യനെ അറിയുള്ളൂ. ഇതിനകത്ത് ഇങ്ങനെ സുഖം കിട്ടുന്നുണ്ടോ? ഇങ്ങനെ കിടക്കുന്ന സുഖങ്ങളുണ്ടോ? ഇതൊരു സുഖമാണല്ലേ? പ്രകൃതി താങ്ങാണ്. നമ്മൾ വീഴില്ല. ഇപ്പൊ പ്രകൃതി താങ്ങി രക്ഷിക്കുകയാണ് ഇങ്ങനെ സംഭവം. കണ്ടോ, തല കുത്തി കിടക്കുക, ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഒത്തിരി ദിവസമായി, ഒരുപാട് കാലമായി ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ. അപ്പോൾ ആദ്യം ഇവിടെ വരണം, വന്ന് എന്നിൽ പഠിക്കണം. പഠിച്ചിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അടുത്ത എപ്പിസോഡ്, ഇപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് ഞാൻ കാണിച്ചു തരാം. സുരേഷ് മേപ്പാടിയുടെ എപ്പിസോഡ് അടുത്ത് വരുന്നതായിരിക്കും. ഓക്കെ.